so let's unlearn. ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് നമസ്കാരം. ഗൈസ്, നിങ്ങളെല്ലാവരും ഇമ്പ്രൂവ്മെൻറ്റിന് തയ്യാറെടുക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ അക്കൗണ്ടൻസി +1 അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഇമ്പ്രൂവ്മെൻറ്റിന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള നോട്ട്സും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. സോ നിങ്ങളാരും ഈ വീഡിയോ മിസ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണുക. എങ്ങനെയൊക്കെ നമുക്ക് എക്സാമിന് എഴുതാം ആൻസേഴ്സ്. ഫസ്റ്റ് ചാപ്റ്റർ വെരി സിമ്പിളാണ്. അതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്ന പോലെ 20 മാർക്കിനോ അല്ലെങ്കിൽ 15 മാർക്കിനുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 1 മാർക്ക് പോലും കളയാതെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് പോലും കളയാതെ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡോണ്ട് മിസ് ദിസ്. ഓക്കെ, അവസാനം വരെ കാണണം. നമ്മളപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എഴുതാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഈ ചാപ്റ്ററിൽ നിന്ന് 1 മാർക്ക് പോലും കളയാതെ നിങ്ങൾക്ക് മേടിക്കാനും പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം ഇതാണ്, അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എക്സാമിന് ഒരിക്കലും എന്താണ് അക്കൗണ്ടിങ് എന്ന് ചോദിക്കാൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ളൊരു സാധനം ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് എഴുതാൻ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതൊക്കെയാണ് ഫങ്ഷൻ? എന്താണ്? റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനലൈസിങ്, പിന്നെയോ കമ്മ്യൂണിക്കേഷൻ. ഈ ഫങ്ഷൻസ് അതിനെക്കുറിച്ച് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ഒരു 4 മാർക്കിന് എത്രയാണ്? 5 പോയിന്റ് ഇല്ലേ? റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനലൈസിങ്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന 5 പോയിന്റ് ഇല്ലേ? ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സാധ്യത മാത്രമാണ് കേട്ടോ. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെ എക്സാമിന് ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. മെയിൻ എക്സാമിന് ഈ ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് ഇത് കയറി ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ 5 പോയിന്റ് 5 മാർക്കിന് ചോദിക്കത്തുള്ളൂ. അതായത് ഇപ്പോൾ റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ലൈനിൽ ഡെഫിനിഷൻ ഒതുക്കുക. അങ്ങനെ ഒരു 5 പോയിന്റ് നമ്മുടെ ടെക്സ്റ്റിനകത്തുണ്ട്. അപ്പോൾ ഇത് വായിച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ടീച്ചേഴ്സ് നോട്ട്സ് തന്നിട്ടുണ്ടായിരിക്കും, അതൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ മെയിൻ എക്സാമിന് ഇത് ചോദിച്ചായിരുന്നോ? ചോദിച്ചിട്ടില്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത ഏതാണ്? ഒന്നാമത് ഞാൻ പറഞ്ഞത് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല. പക്ഷേ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. സിമ്പിൾ അല്ലേ? റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനലൈസിങ്, കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടും സെൻറ്റൻസ് ഉണ്ടാക്കാം. ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഒരു ലൈൻ മതി. 5 മാർക്കിനെ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഓരോ ലൈൻ വെച്ച് പഠിക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാമിനേഷനും, മെയിൻ എക്സാമെന്ന് മാത്രം അല്ല പറയുന്നത്, ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനും ചോദിക്കുന്ന ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഇതിനകത്ത് നിങ്ങളോട് പറയുന്നത് നെയിം സം ഇൻറ്റേർണൽ യൂസേഴ്സ്, നെയിം സം എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷേ അത് പഠിച്ചു വെക്കണം. ഇൻറ്റേർണൽ യൂസേഴ്സ് ആരാണെന്നും എക്സ്റ്റേണൽ യൂസേഴ്സ് ആരാണെന്നും ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ വായിച്ച് നോക്കുക. എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. 2 രീതിയിൽ എക്സാമിന് ചോദിക്കാൻ, ഈ ഭാഗത്തു നിന്ന് 2 രീതിയിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് നെയിംസ് ഓഫ് ഇൻറ്റേർണൽ യൂസേഴ്സ്, അല്ലെങ്കിൽ നെയിംസ് ഓഫ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്. അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും, ബിസിനസ് യൂണിറ്റ് മാനേജേഴ്സ്, പ്ലാൻ മാനേജേഴ്സ്, ടാക്സ് അതോറിറ്റീസ്, റെഗുലേറ്ററി ഏജൻസീസ്. അല്ലെങ്കിൽ ഇതുപോലൊരു 6 ഓപ്ഷൻ തന്നിട്ട് നിങ്ങളോട് തരംതിരിക്കാൻ പറയും. ഇൻറ്റേർണൽ യൂസേഴ്സിൻ്റെ സ്ഥാനത്ത് ഇൻറ്റേർണൽ യൂസേഴ്സ്, ഇതിൽ നിന്നും ഇൻറ്റേർണൽ യൂസേഴ്സിനെ തിരഞ്ഞെടുത്തെഴുതുക. അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സിന് മാറ്റി തരംതിരിച്ചെഴുതി എക്സ്റ്റേണൽ യൂസേഴ്സിൻ്റെ പേരെഴുതുക. അങ്ങനെ 2 രീതിയിലാണ് ഇവിടുന്ന് ചോദ്യം വരുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠമാണ്. നമ്മുടെ ഈ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്ങിനെക്കാട്ടിൽ കൂടുതലും എല്ലാ എക്സാമിനും ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിയാലും ഇതിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ 2 വിധത്തിൽ ചോദിക്കാം. നെയിംസ് ഓഫ് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ യൂസേഴ്സ്, അക്കൗണ്ടിങ് യൂസേഴ്സ്,
അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം, തരംതിരിക്കുക, ക്ലാസിഫൈ ചെയ്യുക, കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്നും ഇൻറ്റേർണൽ യൂസേഴ്സ് ആരൊക്കെയാണെന്നും എക്സ്റ്റേണൽ യൂസേഴ്സ് ആരാണെന്നും തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ച് നോക്കുക. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാമല്ലോ, കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് നോട്ട്സ് തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അതൊന്ന് വായിച്ച് നോക്കുക. കാണാമല്ലോ, ഇൻറ്റേർണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും ക്ലിയർ ആയിട്ട് സ്ക്രീനിൽ കാണാം. അതൊന്ന് വായിച്ച് നോക്കുക, മിസ് ചെയ്യരുത്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഏരിയ ആണിത്. പിന്നീട് ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇവിടെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. ഒന്നെങ്കിൽ 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. ഇത് 4 മാർക്കിന് ചോദിച്ചാൽ തന്നെ നമ്മൾ 4 പോയിൻറ്റ്സ് എഴുതുക. റിലയബിലിറ്റി, റിലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പയറബിലിറ്റി. ഈ പോയിൻറ്റ്സ് എഴുതിയതിന് ശേഷം അതിൻ്റെ നേരെ ഓരോരോ ചെറിയ സെൻറ്റൻസുകൾ എഴുതുക. നിങ്ങൾ 4 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് ഒന്നും എഴുതി വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതൊരു ടിപ്പാണ്. നിങ്ങൾ വാരി വലിച്ചെഴുതും. 4 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട ഈ റിലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു പേജ് ഫുൾ എഴുതി വെക്കും. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. റിലയബിലിറ്റിയും ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് സെൻറ്റൻസിൽ, ഷോർട്ട് സെൻറ്റൻസിൽ അതിനെ ആക്കുക. ഇത് നോക്കിക്ക്, റിലയബിലിറ്റി ഇത്രയും ടെക്സ്റ്റ് തന്നിട്ടുണ്ട്, ഷോർട്ടാക്കി നോക്കിക്ക്. ഇറ്റ് മസ്റ്റ് ബി ഡിപ്പെൻഡബിൾ ടു യൂസേഴ്സ്. അതുപോലെ തന്നെ റിലവൻസ്, ഇറ്റ് മസ്റ്റ് ബി യൂസ്ഫുൾ. അണ്ടർസ്റ്റാൻഡബിലിറ്റി, ഇറ്റ് ക്യാൻ ബി ഈസി അണ്ടർസ്റ്റാൻഡബിൾ. ഇങ്ങനെ മാത്രം എക്സാമിന് 4 മാർക്കിന് അക്കൗണ്ടൻസി ഇവിടുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി. അല്ലാതെ വാരി വലിച്ചെഴുതേണ്ട യാതൊരു ആവശ്യമില്ല. ഒന്നെങ്കിൽ 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ മാത്രമേ ഇവിടുന്ന് ചോദ്യം വരത്തുള്ളൂ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ആയാലോ, 4 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ഭാഗമാണ് ഇത്. 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ 4 പോയിന്റ് മാത്രം എഴുതിയാൽ മതി. 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് മാത്രം എഴുതിയാൽ മതി. കാരണം 2 പോയിൻറ്റ്സ് വെച്ചിട്ടായിരിക്കും 2 മാർക്ക് എന്ന് പറയുന്നത്. അതായത് 4 പോയിൻറ്റ്സ് എഴുതുമ്പോൾ ഓരോ പോയിൻറ്റ്സിനും 1/2 മാർക്ക് വെച്ച്. അപ്പോൾ 2 മാർക്ക്. മനസ്സിലായോ? അടുത്തതായിട്ടുള്ളതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഒബ്ജക്റ്റീവ്സ് എന്നോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്നോ ഓർ മെറിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ് എന്നും ചോദ്യം വരാം. അപ്പോൾ നമുക്കത് സിമ്പിൾ സെൻറ്റൻസിൽ എഴുതാം. ഒന്നെങ്കിൽ 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക്, അത്രയൊക്കെ ചോദിക്കത്തുള്ളൂ. അത്രയുള്ള മാർക്കിനെ ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ ചോദിക്കത്തുള്ളൂ. സാധ്യത ഏതാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മറ്റേ യൂസേഴ്സിനെ. ഞാൻ പറഞ്ഞല്ലോ 2 തരത്തിലുള്ള ചോദ്യങ്ങൾ, അതിലേതെങ്കിലും ഒരു തരത്തിലുള്ള ചോദ്യമായിരിക്കും എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്നത്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിനകത്ത് ഉള്ള ഒരു ചോദ്യമാണ്, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുമുള്ള ഒരു ചോദ്യമാണ് ഇൻറ്റേർണൽ യൂസേഴ്സിനെ പറ്റി, എക്സ്റ്റേണൽ യൂസേഴ്സിനെ പറ്റി. മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് മെറിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ്. ടെക്സ്റ്റിലുണ്ട്, നിങ്ങൾക്കത് വായിക്കാം. ദി ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് തന്നെയാണ് അഡ്വാൻറ്റേജസ് ഓർ മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്കൂളിൽ ടീച്ചേഴ്സ് നോട്ട്സ് തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ പോയിൻറ്റ്സ് ഉണ്ടല്ലോ അത് പഠിച്ചാൽ മതി. മാർക്ക് ഉറപ്പായിട്ടും കിട്ടും, സംശയമൊന്നും വേണ്ട. അപ്പോൾ എന്താണ് നോക്കുക, അക്കൗണ്ടിങ് ഹെൽപ്പ് ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ബിസിനസ്. സിമ്പിൾ സെൻറ്റൻസ് ആണ് ഇത്രയും. ഓക്കെ, ഹെൽപ്പ് ടു കീപ് ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്, help to know the financial position of business, help to communicate the result of business with various parties, provide quantitative information. വേറൊരു കാര്യം, ഒബ്ജക്റ്റീവ്സ് ചോദിക്കുമ്പോൾ അക്കൗണ്ടിങ് പ്രൊവൈഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന പോയിന്റിൻ്റെ ആവശ്യമില്ല. അഡ്വാൻറ്റേജസോ അല്ലെങ്കിൽ മെറിറ്റ്സ് എന്ന് ചോദിക്കുമ്പോൾ മാത്രം എഴുതിയാൽ മതി ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ഒബ്ജക്റ്റീവ്സ് ചോദിക്കുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ തരുന്നു എന്ന് എഴുതേണ്ട യാതൊരു ആവശ്യമില്ല. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വേറൊരു ഭാഗമാണ് ഡീമെറിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ്. ഏതൊരു കാര്യത്തിനും നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിനും ഡീമെറിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് നോക്കിക്ക്. 4 സിമ്പിൾ സെൻറ്റൻസ് ആണ്. നിങ്ങൾക്ക് സ്കൂളിൽ തന്നിരിക്കുന്ന നോട്ട്സ് പ്രയാസമുള്ളതാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഈ പോയിന്റ്സ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നോക്കിക്ക്. അക്കൗണ്ടിങ് ഇഗ്നോർ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ്. ഇറ്റ് ഈസ് എ പോസ്റ്റ് മോർട്ടം അനാലിസിസ്. സംടൈംസ് അക്കൗണ്ട്സ് ആർ മാനിപ്പുലേറ്റഡ്, സംടൈം ഇറ്റ് ഷോ വാല്യൂനെസ് അസറ്റ്സ്. അപ്പോൾ മനസ്സിലായല്ലോ. നമ്മൾ മറ്റൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. എന്നാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായിട്ട് കാണുന്ന ഭാഗം ഇൻറ്റേർണൽ യൂസേഴ്സിനെ എക്സ്റ്റേണൽ യൂസേഴ്സിനെ കുറിച്ചാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഡീമെറിറ്റ്സും പഠിച്ചു, മെറിറ്റ്സും പഠിച്ചു. അടുത്ത ഭാഗം ഏതാണ് പ്രധാനമെന്ന് നോക്കാം. നോക്കിക്ക്. ടെക്സ്റ്റ് ബുക്കിൽ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ 3 പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതും പഠിക്കാം, ഞാൻ മുമ്പേ സ്ക്രീനിൽ കാണിച്ച അതും പഠിക്കാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് പോയിന്റ്സ് ആക്കി വേണം എഴുതാൻ. ചുമ്മാ വാരി വലിച്ച് പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സിന് ഒരു മടി തോന്നരുത്. നിങ്ങളുടെ പേപ്പർ കാണുമ്പോൾ തന്നെ അത് നോക്കി ടിക്ക് ടിക്ക് ഇട്ടിട്ട്
പോകാൻ ടീച്ചേഴ്സിന് തോന്നണം. അപ്പോൾ നമ്മൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ള സിമ്പിൾ സെൻറ്റൻസ് വേണം. അതായത് എത്ര മാർക്കിനാണോ അതിന് മാത്രം ഒതുങ്ങുന്ന ഉത്തരം വേണം എഴുതാൻ, അല്ലാതെ വാരി വലിച്ച് എഴുതേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അത് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അട്രാക്റ്റീവായിട്ട് നല്ല നല്ല വൃത്തിയായിട്ട് ശരിയായിട്ടുള്ള ഉത്തരം, നല്ല ചോദ്യം ചോദിച്ചതിന് നല്ല ആപ്റ്റായിട്ടുള്ള ഉത്തരം വേണം എഴുതാൻ. ഇനിയും ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗമെന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. അക്കൗണ്ടിങ് ടീംസിൽ നിന്നാണ് അടുത്ത ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത. വേണമെങ്കിൽ അസറ്റ്സിനെ കുറിച്ച് ചോദിക്കാം. എന്താണ് അസറ്റ്സ്? അസറ്റ്സിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. അത് ഏതൊക്കെയാണ്? 4ആയിട്ട് തിരിച്ച അസറ്റ്സിനെ ഒന്ന് വിശദീകരിച്ചിട്ട് എഴുതാമോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അസറ്റ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ലയബിലിറ്റി. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കി അത് നിങ്ങളുടെ എക്സാം പേപ്പറിൽ ആപ്റ്റ് ഉത്തരമായിട്ട് എഴുതാൻ പറ്റും. മുൻപേ ഞാൻ പറഞ്ഞ പോലെ ഇൻറ്റേർണൽ യൂസേഴ്സിൻ്റെ എക്സ്റ്റേണൽ യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്നും 2 തരത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഭാഗത്തു നിന്നും 2 തരത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത. ഒന്ന്, എന്താണ് അസറ്റ്സ്, എന്താണ് അസറ്റ്സ്? 2 അസറ്റ്സ് ഉണ്ടല്ലോ. ഫിക്സഡ് അസറ്റ്സ് എന്താണ്, കറൻറ്റ് അസറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ അതിൻ്റെ സബായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഒന്ന് വിശദീകരിച്ച് എഴുതാമോ എന്ന് ചോദിക്കും. അല്ലാത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ ചോദിക്കും, അല്ലെങ്കിൽ ഒരു ചോദ്യം തന്നിട്ട് നിങ്ങളോട് പറയും താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ടേം ഏതാണ്, ടേം എഴുതാൻ പറയും. ഒരു എക്സാമ്പിൾ പറയാം. അസറ്റ് വിച്ച് ഹാവ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആർ കോൾഡ് ഡാഷ്. ഏത് അസറ്റ്സ് ആണ്? നമ്മൾ എഴുതണം ടാഞ്ചിബിൾ അസറ്റ്സ്. അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അസറ്റിൻ്റെ ഭാഗത്തിൽ മറ്റൊരു ചോദ്യം വരുന്നത് ഫിക്സഡ് അസറ്റിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. ആ 4ആയിട്ട് തിരിച്ചതിന് ഓരോ എക്സാമ്പിൾ എഴുതുക. അല്ലെങ്കിൽ എന്താണ് ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, ഫിക്റ്റീഷ്യസ്, വേസ്റ്റിംഗ് അസറ്റ്സ് എന്താണ്, അതിൻ്റെ കൂടെ തന്നെ അതിനൊരു എക്സാമ്പിൾ എഴുതാനും പറയും, ചോദിക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പ്രിലിമിനറി എക്സ്പെൻസ് ഇതിൻ്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെഴുതണം? ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് എഴുതണം. അതുപോലെ തന്നെ മറ്റൊന്നാണ് നെയിംസും കറൻറ്റ് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിന് 2-3 പേര് എഴുതുക. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നതാണ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബിൽ റിസീവേഴ്സ്. അതുപോലെ തന്നെ ലയബിലിറ്റി 2ആയിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. ലോങ് ടൈം ലയബിലിറ്റി, ഷോർട്ട് ടൈം ലയബിലിറ്റി. ഏതൊക്കെയാണ് ഷോർട്ട് ടൈം ലയബിലിറ്റി? നെയിം സം ഷോർട്ട് ടൈം ലയബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതാം? ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓഡി എന്നൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഭാഗത്തെല്ലാം ഉണ്ട്. ചുമ്മാ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടുന്നും മാർക്ക് സ്കോർ ചെയ്യാം. ഒരു മാർക്ക് പോലും കളയേണ്ട യാതൊരു ആവശ്യവും വരത്തില്ല. മറ്റൊരു എക്സാമ്പിൾ പറയാം. പേഴ്സൺ ഓസ് മണി ടു ബിസിനസ് ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? ഡെറ്റർ. അതുപോലെ തന്നെ ഇങ്ങനെയും ചോദിക്കാം. പേഴ്സൺ ടു ഹൂം ബിസിനസ് ഓസ് ആർ കോൾഡ് ഡാഷ്, ക്രെഡിറ്റർ. ഇങ്ങനത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു 12ാമത്തെ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ 3 മാർക്കാണ്. 3 മാർക്കിനും ഇതുപോലെ ഓരോ ഡെഫിനിഷൻ തരും, എന്നിട്ട് അതിൻ്റെ ടേം എഴുതാൻ പറയും. അല്ലെങ്കിൽ സാധാ പോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും ചോദിക്കും. ഇങ്ങനെയാണ് ഈ ഭാഗത്തു നിന്ന് ചോദ്യം വരുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് അൺസോൾഡ് ഐറ്റം അറ്റ് എൻഡ് ഓഫ് എ പീരീഡ് ഈസ് ഡാഷ്. എന്താണ്? സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രി. ഈ ചോദ്യവും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കൂട്ടത്തിൽ പെടുന്നതാണ്. എന്തായാലും സ്കൂളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ ഡെഫിനിഷൻസ് തന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അതൊന്ന് ജസ്റ്റ് വായിക്കുക. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ പഠിക്കേണ്ടത് ഇത് എൻ്റെ ആവശ്യമാണ്, ഞാൻ പഠിച്ചെങ്കിൽ മാത്രമേ എനിക്ക് മാർക്ക് കിട്ടത്തുള്ളൂ എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാവണം. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഇത്രയും ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. ഒന്നെങ്കിൽ ഡെഫിനിഷൻ തന്നിട്ട് ഏത് ടേം ആണെന്ന് എഴുതാൻ പറയും. അതാണ് ഈ അക്കൗണ്ടിങ് ടേംസിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. അതിനകത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്റ്റോക്ക്, ഇൻവെൻട്രി. അത് മനസ്സിലാക്കി വെക്കണം. പിന്നെ ഡെപ്റ്ററും ക്രെഡിറ്ററും ശരിയായിട്ടുള്ള ഡെഫിനിഷൻ തെറ്റിപ്പോവാതെ തന്നെ പഠിച്ചു വെക്കണം. മനസ്സിലായല്ലോ? ഒന്നെങ്കിൽ ഫൈൻഡ് ഔട്ട് ഓഡ് വൺ, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തുകൊണ്ടാണ് അത് ഓഡ് വൺ ആയത്, സ്റ്റേറ്റ് റീസൺ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം ഈ അക്കൗണ്ടിങ് ടേംസ് എല്ലാം തന്നിട്ട്. അല്ലെങ്കിൽ ഒരു 3 കറൻറ്റ് ലയബിലിറ്റീസും ഒരു ഫിക്സഡ് അസറ്റും തന്നിട്ട്, അല്ലെങ്കിൽ പോട്ടെ കറൻറ്റ് ലയബിലിറ്റീസും ഫിക്സഡ് ലയബിലിറ്റീസും ഒക്കെ തന്നിട്ട് ഓഡ് വൺ ചെയ്യാൻ പറയും. അത് നിങ്ങൾ എടുക്കുന്ന ആ ഓഡ് വണ്ണിൻ്റെ റീസൺ എന്താണെന്നൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത് മാച്ച് ദി ഫോളോയിങ് ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡെപ്റ്റർ, സ്റ്റോക്ക്, ഡ്രോയിങ്സ്, പർച്ചേസസ്, ഫിക്സഡ് അസറ്റ് എന്നൊക്കെ തന്നിട്ട് അതിൻ്റെ വലത്തെ സൈഡിൽ ഒരു സെൻറ്റൻസ് തരും.
അതും ഇതുമായിട്ട് ബന്ധമുള്ള ആ ഡെഫിനിഷനിൽ നിന്നുമുള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കും അവിടെ തരുന്നത്. അത് ഏതായിട്ടാണ് ആ ടേം ഏത് സെൻറ്റൻസുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് നോക്കി നിങ്ങൾ മാച്ച് ചെയ്യണം. അങ്ങനെ നമുക്കൊരു 5 മാർക്ക് സ്കോർ ചെയ്യാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മാച്ച് ദീസ് ഫോളോയിങ് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു 5 or 4 മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ പറഞ്ഞ പോലെ ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പറഞ്ഞല്ലോ വാല്യൂ ഓഫ് ഗുഡ്സ് റിമെയിൻ അൺസോൾഡ്, വിൽക്കാതെ ഇരിക്കുന്ന ഗുഡ്സ്, അതിനെ എന്താണ് പറയുന്നത് എന്നുള്ള ചോദ്യം എക്സാമിന് ചോദിക്കും. അതിൻ്റെ ഉത്തരമാണ് സ്റ്റോക്ക്. പിന്നെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം എക്സ്പെൻഡിച്ചർ ഫോർ ഫിക്സഡ് അസറ്റ് ആർ കോൾഡ് ഡാഷ്. എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ ഫോർ ഫിക്സഡ് അസറ്റ് ആർ കോൾഡ് ഡാഷ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. കണ്ടല്ലോ. പിന്നെ ഈ ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം നമുക്കറിയാം. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് കൺസ്യൂംഡ് ബൈ ദ ബിസിനസ്. അതിനെ നമ്മൾ രണ്ട് തരത്തിലുള്ള എക്സ്പെൻഡിച്ചറാണ് ഉള്ളത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഫോർ ലോങ് ടൈം ബെനിഫിറ്റും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഫോർ ഷോർട്ട് ടൈം ബെനിഫിറ്റ്. ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യം സാധ്യത ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ തരും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. റെൻറ്റ് റിസീവ്ഡ്, ഫർണിച്ചർ പർച്ചേസ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, സാലറി പെയ്ഡ്, കമ്പ്യൂട്ടർ പർച്ചേസ്ഡ്, സെയിൽ ഓഫ് ഓൾഡ് ബിൽഡിംഗ്, ഇങ്ങനെ തന്നിട്ട് ഇതൊക്കെ ഏതൊക്കെയാണ്? റവന്യൂ റെസീപ്റ്റ് ആണോ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ക്യാപിറ്റൽ റെസീപ്റ്റ് ആണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് തരം തിരിച്ച് എഴുതാനും ചോദിക്കാൻ സാധ്യതയുണ്ട്. നെയിംസ് എന്താണ് ക്യാപിറ്റൽ, റവന്യൂ അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പേജ് നമ്പർ 16 ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സ്പെൻഡിച്ചർ എന്താണെന്നും. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. മനസ്സിലായല്ലോ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണെന്നൊക്കെ ഇതിനകത്ത് എക്സാമ്പിൾ സഹിതം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ടീച്ചേഴ്സ് നോട്ട്സ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് ഇത്രയൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം, ഇതുവരെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ആ ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി ഞാൻ ഇതുപോലത്തെ അടുത്ത ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി അടുത്ത ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അങ്ങനെ ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇൻറ്റേർണൽ എക്സ്റ്റേണൽ യൂസേഴ്സിൻ്റെ പേര് പഠിച്ചിരിക്കുക, അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞു നോക്കി ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും കുറയാതെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ നേടാൻ പറ്റും. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. ഈ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും.